CPI നേതാവ് പി രാജുവിനെതിരെ സ്വീകരിച്ച പാർട്ടി നടപടി ലഘൂകരിക്കണമെന്ന കൺട്രോൾ കമ്മീഷൻ ശുപാർശ അവഗണിക്കപ്പെട്ടു എന്ന വിവരത്തിലേക്കാണ്. CPI ജില്ലാ സെക്രട്ടറി KM ദിനകരന് പാർട്ടി കൺട്രോൾ കമ്മീഷൻ അയച്ച കത്ത് പുറത്തുവന്നു. ജനുവരി മാസം 21-നാണ് കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ CP മുരളി കത്ത് നൽകിയത്. അതേസമയം പി രാജുവിന്റെ മൃതദേഹം ഇന്ന് വൈകിട്ട് 4 മണിക്ക് വീട്ടുവളപ്പിൽ സംസ്കരിക്കും. ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായുണ്ട്. ശ്യാം, അന്തരിച്ച CPI നേതാവ് പി രാജു, അദ്ദേഹം വളരെ കേരളീയ സമൂഹത്തിൽ നിറഞ്ഞു നിന്നൊരു നേതാവായിരുന്നു. അദ്ദേഹത്തിനെതിരെ സ്വീകരിച്ച പാർട്ടി നടപടി ലഘൂകരിക്കണമെന്ന കൺട്രോൾ കമ്മീഷൻ ശുപാർശ അവഗണിക്കപ്പെട്ടു എന്നടക്കം എന്തൊക്കെ വിവരങ്ങളാണ്? അദ്ദേഹത്തിന്റെ മരണവാർത്ത വന്നതിന് പിന്നാലെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് CPIയിൽ. തീർച്ചയായിട്ടും അത്തരത്തിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പാർട്ടിക്കകത്ത് തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുവെന്ന് തന്നെ വേണം മനസ്സിലാക്കിയെടുക്കാൻ. കാരണം നിലവിലിപ്പോൾ ഈ ജില്ലാ നേതൃത്വം അടക്കമുള്ള ആളുകൾ, അതായത് പി രാജു ഉന്നയിച്ച 6 പേരുടെ പേരുകളായിരുന്നു അന്ന് പി രാജു ഉന്നയിച്ചത്. അത്തരത്തിൽ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ നിലവിൽ വീട്ടിലെ ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടില്ല. നിലവിൽ ഇപ്പോൾ ടൗൺ ഹാളിൽ ഈ പറയുന്ന ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവരുണ്ടായിരുന്നു. അതിനുശേഷം വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരുമ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. നിലവിൽ ഇവിടെ സംസ്ഥാന നേതൃത്വം അടക്കമുള്ള ആളുകൾ ഇവിടേക്കുണ്ട്. KP രാജേന്ദ്രനുണ്ട്, അതോടൊപ്പം തന്നെ മന്ത്രി K രാജൻ അടക്കമുള്ളവരുടെ എത്തിയിരുന്നു. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ കൺട്രോൾ കമ്മീഷൻ്റെ കത്ത് കൂടി പുറത്തു വരുന്നത്. കൺട്രോൾ കമ്മീഷൻ്റെ കത്ത് ജനുവരി 21-നാണ് പുറത്തു വരുന്നത്. ആ കത്തിൽ പി രാജുവിന് ദീർഘകാലത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇത്തരത്തിൽ ഉന്നയിക്കപ്പെടുന്ന ക്രമക്കേടുകളുണ്ട് എങ്കിൽ പോലും ആ ക്രമക്കേടുകൾ മാറ്റിവെച്ച് അദ്ദേഹത്തെ ഈ നിലവിലെടുത്തിരിക്കുന്ന നടപടി അത് ലഘൂകരിക്കാം എന്ന ഒരു നിർദ്ദേശം കൺട്രോൾ കമ്മീഷൻ ജില്ലാ സെക്രട്ടറിക്ക് കത്തിലൂടെ കൈമാറിയിരുന്നു. പക്ഷേ ആ കത്തിന്മേലൊരു മറുപടിയോ അത്തരത്തിൽ അത് എന്ത് നടപടിയെടുത്തു എന്നത് സംബന്ധിച്ച് യാതൊന്നുമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കത്ത് കിട്ടി ഏകദേശം ഇപ്പോൾ 1 മാസം പിന്നിടുന്നു. 1 മാസം പിന്നിടയിൽ ഏതെങ്കിലും തരത്തിൽ ഒരുപക്ഷെ ഈ നടപടി ലഘൂകരിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങളും തന്നെ വീട്ടുകാർ ഉന്നയിച്ച ആരോപണങ്ങളടക്കം ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് മറ്റ് നേതാക്കളടക്കമുള്ള ആളുകൾ പറയുന്നത്. എന്തായാലും നിലവിലിപ്പോൾ ഈ മൃതദേഹം ഇപ്പോൾ രാജുവിൻ്റെ വസതിയിലാണുള്ളത്. ഇവിടെ പാർട്ടി പ്രവർത്തകരും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം അടക്കമുള്ള ആളുകളും എത്തിച്ചേർന്നിട്ടുണ്ട്. വൈകിട്ടോടുകൂടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മറ്റ് നേതാക്കളടക്കം സി ദിവാകരൻ അടക്കമുള്ള ആളുകൾ ഇവിടെ ഇപ്പോൾ എത്തിച്ചേർന്ന് അന്തിമോപചാരം അർപ്പിക്കുകയാണ്. അപ്പോഴും ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഇവിടെ ഇല്ല എന്നതും ഒരു പ്രത്യേകതയാണ്. ശരി.